എല്ലാവർക്കും സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമിയിലേക്ക് സ്വാഗതം. സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അക്കാദമിയാണ്. പ്രത്യേകിച്ച് സ്പോക്കൺ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അക്കാദമിയാണ് സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി. ഇതിൻ്റെ പഠന രീതി എന്ത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിലൂടെ കൊടുക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ് നടത്തുന്നത്. ഈ കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെ കാണണം. എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിന് ഒരു ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് ആണ് ഈ ഒരു കോഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി എന്ന് പറയുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് നടത്തുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സുകളാണ് നടത്തുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് എന്ന്. എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. എന്നാൽ മറ്റുള്ള സബ്ജക്റ്റിനെക്കാട്ടിലും ഏറ്റവും കുറവ് മാർക്ക് പല സമയത്തും നമുക്ക് കിട്ടാറുള്ളത് ഇംഗ്ലീഷിനുമാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന മേഖലയിൽ മാത്രമല്ല, എഡ്യൂക്കേഷൻ്റെ ഏത് മേഖലയിലും, വിദ്യാഭ്യാസത്തിൻ്റെ ഏത് മേഖലയിലും, ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിലും PG ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ചെറിയ കാലയളവിൽ തന്നെ ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും തന്നെ അവരുടെ ബേസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അവർക്ക് അവരുടെ പഠനത്തിലൊന്നും അവർക്ക് നിലവാരം പുലർത്താൻ കഴിയില്ല. പിന്നെ അതിനു വേണ്ടി പ്രത്യേകം നമ്മുടെ ഈ കോഴ്സിനെ പോലെയൊക്കെയുള്ള കോഴ്സുകൾ ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസിനൊക്കെ വരുന്നൊരു പ്രശ്നം. ഇനി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജോലി സമയത്ത് ഉണ്ടാവുന്ന, അതുപോലെ ഇന്റർവ്യൂ സമയത്ത്, നിങ്ങളുടെ ജോലി സമയത്ത്, നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെയൊക്കെ ഇംഗ്ലീഷിൽ പിറകിലായതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു ജോലി അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അവിടെയൊക്കെ തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് പോലും നമ്മുടെ ഈ കോഴ്സ് ഉപകാരപ്പെടും. ചെറിയ ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസ്, 4ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിന് നമ്മുടെ ഈ കോഴ്സ് പഠിച്ചു വരാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഈ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ എത്ര വലിയ ആളുകൾക്കും, ഒരു 40-50 വയസ്സായ ആളുകൾക്കൊക്കെ ഈ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് അറിയാത്ത, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന ഏതൊരാൾക്കും വളരെ സൈക്കോളജിക്കലായ രൂപത്തിൽ, സൈക്കോളജിക്കൽ മെത്തേഡിലൂടെയാണ് ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയാസമായിട്ട് വരാറുണ്ട്. നമ്മോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. ആ സമയത്ത് നമുക്ക് പ്രയാസമായിരിക്കും. ചിലപ്പോൾ എങ്ങനെ എവിടെ പറയണം എന്ന് അറിയില്ല, ഞാൻ പറഞ്ഞതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, അതുപോലെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കും, ആ പറഞ്ഞ സെന്റൻസ് ക്ലിയർ ആണോ. നിങ്ങളൊരു സെന്റൻസ് പറയും, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിക്കും, ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് ഗ്രാമർ അനുസരിച്ച് ശരിയാണോ, അത് ക്ലിയർ ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. അങ്ങനെ ഒരു സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആ രൂപത്തിൽ ചിന്തിക്കാറുണ്ട് പലപ്പോഴും.
ചിന്തിക്കാറുണ്ടോ എന്നത് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ എന്നത് ഒന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഇത് കേൾക്കുന്ന ഏകദേശം ഒരു 60% ആളുകളെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ, ജോബ് ഇന്റർവ്യൂ സമയത്ത്, അതുപോലെ തന്നെ ഒരു ജോലിക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്ന് മാത്രമല്ല, ജോലിയിലുള്ള സമയത്തും, ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ കുട്ടികളോട് ക്ലാസ് റൂമിൽ എങ്ങനെ സംസാരിക്കണം, ക്ലാസ് റൂമിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പറയുമ്പോൾ പല സ്കൂളുകളിലും ടീച്ചേഴ്സിന് ചിലപ്പോൾ പറ്റാതെ വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ ടീച്ചേഴ്സ്, അവർക്കൊക്കെ ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും അത് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ടീച്ചേഴ്സിനൊക്കെ അനുയോജ്യമായ ഒരു കോഴ്സാണ് ഈ കോഴ്സ്. ഇംഗ്ലീഷ് ആർക്കൊക്കെയാണോ ഇംഗ്ലീഷ് അറിയാത്തത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത്, ആ ആളുകൾക്കൊക്കെ തന്നെ ഉപകാരപ്രദമായ ഒരു കോഴ്സാണ് നമ്മുടെ ബേസിക് കോഴ്സ്. ബേസിക് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ്, ബേസിക് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ബേസിക് ആൻഡ് ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഒന്നാമത്തെ ഫസ്റ്റിലെ കോഴ്സ് തന്നെ അങ്ങനെയാണ് വരുന്നത്, ബേസിക് ആൻഡ് ഇന്റർമീഡിയറ്റ് കോഴ്സ്. ബേസിക് ആൻഡ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ ഏകദേശം നമുക്ക് എവിടെ പോയാലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോരാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എത്തിച്ചേരും. ആ രൂപത്തിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. ആ രൂപത്തിലാണ് നമ്മുടെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 4ാം ക്ലാസ് മുതലുള്ള സ്റ്റുഡൻസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കാണിക്കുന്ന ഈ ഒരു ലേണിംഗ് പിരമിഡ്, ഈ ലേണിംഗ് പിരമിഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ കോഴ്സ്. ലോ ലെവൽ, ഹൈ ലെവൽ എന്ന് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴെ കാണാം ലോ ലെവൽ, ഏറ്റവും മുകളിൽ ഹൈ ലെവൽ. നമ്മുടെ ലോ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ആകെ നിങ്ങൾക്ക് 6 മൊഡ്യൂളുകൾ കാണാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 6 മൊഡ്യൂൾസ് ആണ് ഉണ്ടാവുക ഈ കോഴ്സിൽ. ഈ 6 മൊഡ്യൂളുകളിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് ലെവൽ 1 എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നതിൽ. ഇവിടെ ഏകദേശം 40-ൽ അധികം ആശയങ്ങൾ, 40-ൽ അധികം ഐഡിയാസ്, ആശയങ്ങളാണ് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുക. അതും പോസിറ്റീവ് ഐഡിയാസ് ആണ് പഠിപ്പിക്കുന്നത്. ലെവൽ 1 മൊഡ്യൂൾ 1-ൽ 40-ൽ കൂടുതൽ പോസിറ്റീവ് ഐഡിയാസ് ആണ് പഠിപ്പിക്കുക. ഐഡിയാസ് എന്ന് പറയുമ്പോൾ ആശയങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങളാണ് നമുക്ക് സംസാരിക്കാൻ വേണ്ടത്. ഒരുപാട് വേർഡ്സ് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റി എന്നൊന്നും വരില്ല. നിങ്ങൾക്ക് എന്ത് വേണം? ആശയങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ലെവൽ 1 കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ലെവൽ 2-ലേക്കാണ്. ലെവൽ 2 എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 2 ആണ്. ഈ മൊഡ്യൂൾ 2-ൽ ലെവൽ 1-ൽ എന്തൊക്കെ പഠിപ്പിച്ചോ അതിൻ്റെയൊക്കെ തന്നെ നെഗറ്റീവ്സ് ഓഫ് ലെവൽ 1. എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സെന്റൻസുകൾ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരെ നെഗറ്റീവ്സ് പഠിക്കുന്നു. അതുമാത്രമല്ല, ഈ ലെവൽ 1-ൽ തന്നെ ഓരോ ആശയങ്ങൾ പഠിച്ചെടുത്ത് ഓരോ 3 ആശയങ്ങൾ കഴിയുമ്പോഴും പിന്നെ റിവിഷൻ ആയിട്ട് വരുന്നുണ്ട്. റിവിഷൻ എന്ന മറ്റൊരു ഭാഗം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. അതിനുശേഷം പിന്നെ നെഗറ്റീവ്സ്, ലെവൽ 1-ന്റെ നെഗറ്റീവ്സ് വരും. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാക്കുക. അതാണ് അവിടെ വരുന്നത്. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, എങ്ങനെ ആൻസേഴ്സ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, WH ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ
നീ ഇന്നലെ അവിടെ പോയോ എന്ന് ചോദിച്ചാൽ, മലയാളത്തിൽ അങ്ങനെ ചോദിച്ചാൽ അതിനകത്ത് അത് പോസിറ്റീവ് ക്വസ്റ്റ്യനാ. നീ ഇന്നലെ അവിടെ പോയില്ലേ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ക്വസ്റ്റ്യനാ. അപ്പൊ ഇംഗ്ലീഷിലും അതേപോലെ നമുക്ക് മലയാളത്തിൽ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും സംസാരിക്കാൻ പറ്റണം. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും, നെഗറ്റീവ് ആൻസേഴ്സ്, പോസിറ്റീവ് ആൻസേഴ്സ്, അതുപോലെ തന്നെ 40-ൽ കൂടുതൽ ആശയങ്ങളും നമ്മുടെ ഈ കോഴ്സിൽ, ഈ ബേസിക് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മൈൻഡിൽ ഒരു ചിന്ത പെട്ടെന്ന് വരും. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരും, ഗ്രാമർ ഉണ്ടാവില്ലേ, ഗ്രാമർ പഠിപ്പിക്കില്ലേ എന്നൊക്കെ. നിങ്ങളെ ഗ്രാമർ ഒരു കാരണവശാലും പഠിപ്പിക്കില്ല. ഗ്രാമർ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ അതൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ടുള്ള ആശയങ്ങളായിരിക്കും എന്നല്ല. എല്ലാ ആശയങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഗ്രാമറോട് കൂടിയിട്ടുള്ള ആശയങ്ങളായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. പക്ഷെ ഇത് ഇന്നതാണ്, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ടെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആ ഒരു രീതി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കില്ല. ഈ ഒരു വീഡിയോയിൽ തന്നെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ലാസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാവും. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ തന്നെ അവസാനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ പഠന രീതി എന്ന് കൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാമർ എന്ന രൂപത്തിൽ പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഗ്രാമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ട ഒരു കാര്യം ഇവിടെ തന്നെ നമുക്ക് പറയാം. ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചെടുക്കണം. അതെന്താ പഠിക്കേണ്ടത് അറിയോ? ഒരു വെർബിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോം പഠിക്കണം. അതാണ് ഗ്രാമർ പഠിക്കേണ്ടത്. ഒരു വെർബിന്റെ ഒന്നാമത്തെ ഫോം, രണ്ടാമത്തെ ഫോം, മൂന്നാമത്തെ ഫോം. നമ്മൾ V1, V2, V3 എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ തന്നെ നിങ്ങൾക്ക് നോട്ട്സിന്റെ ഭാഗത്ത് തരുകയും ചെയ്യും. നമുക്ക് 4ാമത്തെ ഒരു മൊഡ്യൂള് ഉണ്ട്. ആ 4ാമത്തെ മൊഡ്യൂൾ, 5ാമത്തെ മൊഡ്യൂൾ, 6ാമത്തെ മൊഡ്യൂൾ അങ്ങനെയുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റിൽ ഉൾപ്പെടുത്താം. പ്രധാനപ്പെട്ട ഒരു ഭാഗം നേരത്തെ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്നെ കൊണ്ട് പറ്റില്ല, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ക്ലിയർ യുവർ മൈൻഡ് ഓഫ് കാണ്ട്. കാണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന ആ ഒരു മൈൻഡ് നിങ്ങൾ ആദ്യം ഒഴിവാക്കണം. എന്നെ കൊണ്ട് പറ്റും, പഠിക്കാൻ പറ്റും എന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് മാത്രമല്ല, ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ രൂപത്തിൽ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം പല ആളുകളും പറയാറുണ്ട്, എത്ര വേർഡ്സ് വേണം നമുക്ക് ഇതൊക്കെ സംസാരിക്കാൻ എന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 50 വേർഡ്സ്, വെറും ഒരു 50 വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ വേർഡ്സ് ഒക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് തരുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഒരു 300 വേർഡ്സും അതിൻ്റെ മീനിങ്സും, അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫോമും അതിൻ്റെ മീനിങ്സും നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. ഈ കോഴ്സ് പർച്ചേസ് വാങ്ങുന്ന എല്ലാവർക്കും അത് തരുന്നതായിരിക്കും. മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ഇതുപോലെയുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കും. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊരു സംശയവുമില്ല. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗ്രാമർ ഇല്ലാതെ നമ്മൾ ഈ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ സെന്റൻസ് ക്ലിയർ ആവില്ല, ശരിയാവില്ല ആ സെന്റൻസ്. മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും, പക്ഷെ എന്നാലും മറ്റുള്ള ആളുകൾ എന്താ വിചാരിക്കുക നമ്മളെ പറ്റിയിട്ട്, അവൻ ഇന്ന കാര്യമാണ് പറയേണ്ടിയിരുന്നത്, പക്ഷെ അവൻ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്, നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായേക്കാം, പക്ഷെ അവർ നമ്മളെ പറ്റി എന്തുകൂടെ മനസ്സിലാക്കും, നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ എന്നുകൂടെ മനസ്സിലാക്കും. അതുകൊണ്ട് ഗ്രാമർ ഇമ്പോർട്ടൻ്റാ.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗ്രാമർ. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല, ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗ്രാമർ. ഗ്രാമറിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഏത് തന്നെയാണ്, കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് ഗ്രാമർ അറിയാത്തത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഗ്രാമർ അറിയില്ല എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഗ്രാമർ ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. ആ രൂപത്തിൽ ആയിരിക്കും പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ഐഡിയാസിലും ഓരോ ആശയങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ഗ്രാമർ ഉള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. അപ്പൊ നിങ്ങളെ ആശയങ്ങളാണ് ഞാൻ പഠിപ്പിക്കുക. അതിന് കാരണം എന്താ അറിയോ, നിങ്ങളുടെ മൈൻഡിൽ, നമ്മുടെയൊക്കെ തന്നെ മൈൻഡിൽ വരുന്നത് ആശയങ്ങളാണ്. ഒരുപാട് വേർഡ് അല്ലല്ലോ നമ്മുടെ മൈൻഡിൽ. മലയാളത്തിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, ഒരുപാട് വിഷയത്തെ പറ്റിയിട്ട് ഉള്ള ആശയല്ലേ രൂപീകരിക്കുക മനസ്സിൽ. ആ ആശയത്തെ അല്ലേ നമുക്ക് പ്രകടിപ്പിക്കേണ്ടത്. ആ ആശയത്തെ പിന്നെ വേർഡ്സ് ആക്കി മാറ്റിയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? സംസാരിക്കുമ്പോൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കല്ലേ വേണ്ടത്. അപ്പൊ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ആശയങ്ങളാണ് വേണ്ടത്. ഒരുപാട് വേർഡ്സ് കൊണ്ട് കാര്യമില്ല. വേർഡ്സുകൾ പഠിക്കണ്ട എന്നല്ല, വേർഡ്സുകൾ പഠിച്ചേ മതിയാവും, വേർഡ്സുകൾ വേണം. പക്ഷെ ആ വേർഡ്സിന്റെ ഒപ്പം ആശയങ്ങളും വേണം. അത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പെർഫെക്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നതൊക്കെ ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇനി നോക്കി, കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്. ആശയങ്ങളുടെ കൈമാറ്റമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആശയങ്ങൾ കൈമാറുന്നു, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നു, അല്ലെ? ആശയങ്ങളുടെ കൈമാറ്റമാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ആശയങ്ങളുടെ കൈമാറ്റമാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് എന്ത് വേണം, നമുക്ക് ആശയങ്ങൾ വേണം. നമുക്ക് ഒരുപാട് വേർഡ്സ് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ദിവസം പറയുന്ന വേർഡ്സിന്റെ ഏകദേശം ഒരു 60, ഒരു സെന്റൻസ് എങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ഒരു 60% നിങ്ങൾക്ക് മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു 60% വേർഡ്സ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നത് മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും. നമ്മൾ പറയുന്ന ഓരോ കാര്യം, ബസ്, കാറ്, ന്യൂസ് പേപ്പർ, നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങൾ, എല്ലാത്തിൻ്റെ ഒരുവിധം, അല്ലെ? നമ്മുടെ വീട്ടിലുള്ള ഫാൻ, കർട്ടൻ, ഇതൊക്കെ മാക്സിമം നമ്മൾ ഒരുപാട് വേർഡ്സുകൾ നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയാം. എല്ലാ വേർഡ്സുകളും നമുക്ക് ഇംഗ്ലീഷിൽ അറിയാം. പക്ഷേ ഇംഗ്ലീഷിൽ സെന്റൻസ് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ, വേർഡ്സുകൾ അറിയാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ആശയങ്ങൾ അറിയാത്തതാണ്. ആശയങ്ങൾ അറിയാവുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇവിടെ ഈ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്, ആശയങ്ങളുടെ കൈമാറ്റമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, അതിന് വേണ്ടിയിട്ട് ഇപ്പം എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ആശയങ്ങളാണ് പഠിപ്പിച്ചു തരിക. ആശയങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. വേർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ആശയങ്ങൾ അറിയാത്തതാണ് പ്രശ്നം. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡിനെ നമ്മൾ ഉദ്ദേശിച്ച ആശയത്തിലേക്ക് നമുക്ക് മാറ്റണം. ഏതൊക്കെ ആശയത്തിലേക്ക് മാറ്റണം എന്നത് ഈ വീഡിയോയുടെ തന്നെ അടുത്ത ഈ ക്ലാസ്സിന്റെ തന്നെ ഈ വീഡിയോയിൽ തന്നെ ഇനി വരാനിരിക്കുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. നോക്കാം. ഇനി നമ്മുടെ ടെക്നിക്സ് എന്താ? നമ്മുടെ ടെക്നിക്സ് എന്നല്ല, സാധാരണ ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ടെക്നിക്സ്. നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു ടെക്നിക്സോ ഒന്നുമല്ല ഇത്. സാധാരണ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കേണ്ട യഥാർത്ഥ രൂപം എങ്ങനെയാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. NLP ടെക്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, NLP ടെക്നിക് എന്ന്. പല ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ രൂപത്തിൽ പറയാറുണ്ട്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് സൈക്കോളജിക്കൽ മെത്തേഡാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്നത് NLP ടെക്നിക് ആണെന്നൊക്കെ പറയും. പക്ഷെ എന്താണ് NLP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കോഴ്സും NLP ടെക്നിക്ക് തന്നെയാണ്.
ആ രൂപത്തിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ള അക്കാദമീസ് ഒക്കെ നടത്തുന്നതിലും ഡിഫറെന്റ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ന്യൂറോ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗത്ത് നോക്കിയാൽ മതി. ന്യൂറോ എന്ന് പറഞ്ഞാൽ തിങ്കിങ് പ്രോസസ് ആണ്. ഇത് ഏത് ലാംഗ്വേജും, ഇംഗ്ലീഷ് എന്നല്ല, ഏത് ലാംഗ്വേജും ഇങ്ങനെയാണ് പഠിക്കാൻ പറ്റുള്ളൂ, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലൂടെ. ഇത് പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആളുകൾ, സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്ന് മാത്രം. പണ്ട് മുതലേ നമ്മൾ ജനിക്കുന്ന മുതലേ ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിക്കുമ്പോൾ ആ കുട്ടി പഠിക്കുന്നത് ഈ ഒരു രൂപത്തിൽ തന്നെയാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലൂടെ തന്നെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് പണ്ട് കാലത്ത് ആരും അങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. ഇനി എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ന്യൂറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കിങ് പ്രോസസ് ആണ്. തിങ്കിങ് പ്രോസസ്. കാരണം the way you use your senses to understand what is happening around you എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ സെൻസ് ചെയ്യുന്നത്? നിരീക്ഷിക്കുന്നുണ്ടാവും, ഒബ്സർവേഷൻ ഉണ്ടാവും, ടച്ച് ചെയ്തറിയാം, സ്മെല് ചെയ്തറിയാം, അല്ലേ? മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് അറിയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു തിങ്കിങ് പ്രോസസ് ആണ് ഉദ്ദേശിക്കുന്നത്, ന്യൂറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കിങ് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ആ വിഷയത്തെ പറ്റിയിട്ട് ചിന്തിക്കണം. അപ്പൊ ചിന്തയുമായിട്ട് എന്തിനേലും ബന്ധമുണ്ട്? ലാംഗ്വേജ് ലേണിങ്ങിന് ബന്ധമുണ്ട്. തിങ്കിങ് പ്രോസസ്സുമായിട്ട് ലാംഗ്വേജ് ലേണിങ്ങിന് ബന്ധമുണ്ട്. പിന്നെ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ പറ്റും, ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ യുവർ വേർഡ്സ് ആണ്. നിങ്ങൾക്ക് ഭാഷയിലുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വേർഡ്സ്. ഹൗ യു യൂസ് ലാംഗ്വേജ്, എങ്ങനെയാണ് നിങ്ങൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, ആൻഡ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് യു, ഇത് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്. പല ആൾക്കാരും പല രൂപത്തിൽ, അപ്പൊ എന്റെ സംസാരം ആയിരിക്കില്ല നിങ്ങളുടെ സംസാരം, ഓരോ ആൾക്കും ഓരോരോ രീതി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വേർഡ്സ് ഉപയോഗിക്കുന്നത്, അതിനൊക്കെയാണ് ലിംഗ്വിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിംഗ്വിസ്റ്റിക് ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഞാൻ പറയുന്ന രൂപത്തിലായിരിക്കില്ല നിങ്ങൾ പറയുന്നത്, അല്ലെ? ഇപ്പോ കേരളത്തിൽ തന്നെ മലയാളം സംസാരിക്കുന്നത് ഒരുപാട് രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ട്. മലയാളം തന്നെ ഞാൻ സംസാരിക്കുന്ന ഭാഷ ആ ഒരു സ്റ്റൈലായിരിക്കില്ല മറ്റുള്ളവർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു പക്ഷെ അത് സ്റ്റൈലിലായിരിക്കില്ല സംസാരിക്കുന്നത്. ഞാൻ ചില വാക്ക് പറയുന്ന ആ രൂപത്തിലായിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേറെ നല്ല ഭാഷ ചിലപ്പോൾ അതിന് ഉപയോഗിച്ചേക്കാം. അപ്പോൾ യുവർ വേർഡ്സ്, അതാണ് ലിംഗ്വിസ്റ്റിക്. നിങ്ങൾ എത്രത്തോളം വേർഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം വേർഡ്സ് നിങ്ങൾക്ക് അറിയോ എന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോസസ്സിലും, നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് പഠനം, നമ്മുടെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലും വേർഡ്സിന് പ്രാധാന്യമുണ്ട്. കാരണം എന്താ? ഇംഗ്ലീഷ് വേർഡ്സ് അറിഞ്ഞിരിക്കാൻ തന്നെ വേണം. അത് ഞാൻ ഒരു 300 വേർഡ്സ് ഞാൻ തരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യും. ഇവിടെയുള്ള ഓരോ വസ്തുക്കളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വെർബുകളാണ് നമുക്ക് കിട്ടാൻ പ്രയാസം, അത് ഞാൻ തരുന്നുണ്ട്. 300 വേർഡ്സും അതിന്റെ മീനിങ്സും അതിന്റെ V2 ഫോമും അതിന്റെ മീനിങ്സും എല്ലാം ഞാൻ തന്നെ തരുന്നുണ്ട്. ഇനി ന്യൂറോ ലിംഗ്വിസ്റ്റിക് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ്. എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. യുവർ ബിഹേവിയർ, അതാണ് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതിനൊക്കെ അത് സ്വാധീനിക്കുന്നുള്ളത് കൂടെ ഓർത്തു വെക്കണം. നമ്മുടെ തിങ്കിങ് പ്രോസസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, ഇതിനൊക്കെ മൂന്നിനും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ഈ മൂന്നും ബന്ധമുണ്ട്. ഈ മൂന്നും ബന്ധിച്ചുകൊണ്ടാണ്, ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ ചിന്ത, നമ്മുടെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതൊക്കെ നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഹൗ യു ഓർഗനൈസ് ഐഡിയാസ്, കണ്ടോ ഇവിടെ നോക്കിയേ, ഹൗ യു ഓർഗനൈസ് വേർഡ്സ് എന്നല്ല പറഞ്ഞത്, ഹൗ യു ഓർഗനൈസ് ഐഡിയാസ് ആൻഡ് റിയാക്ഷൻസ് എന്നാ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ വേർഡ്സിനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നല്ല, ആശയങ്ങളെ എങ്ങനെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആശയങ്ങൾ വേണം, ഐഡിയാസ് വേണം. അപ്പോ ഐഡിയാസ് ആണ് ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുക. ഓരോ ഐഡിയാസ് പഠിപ്പിച്ചു തരും. 40ൽ കൂടുതൽ ഐഡിയാസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട്
അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരുപാട് നിങ്ങൾക്ക് എത്ര വേർഡ്സ് അറിയുമോ അത്രയും സെന്റൻസ് ആ ഒരൊറ്റ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതേ ക്ലാസ്സിൽ തന്നെ ലാസ്റ്റ് ഈ വീഡിയോയിലൂടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നത്. അപ്പൊ ഇതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ തിങ്കിങ് പ്രോസസ്സും നമ്മുടെ മനസ്സിലുള്ള വാക്കുകളും ഐഡിയാസും എന്തൊക്കെ വേണം? തിങ്കിങ് പ്രോസസ്സ് വേണം, അതേപോലെ വേർഡ്സുകൾ നമുക്ക് വേണം, അതുപോലെ നമുക്ക് ഐഡിയാസ് വേണം, ആശയങ്ങൾ വേണം. ഇതെല്ലാം ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഐഡിയാസ് ആണ് നിങ്ങൾക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നത്. ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, പക്ഷെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ വ്യക്തമായൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. വേർഡ്സും നിങ്ങളുടെ കയ്യിലുണ്ട്, ആശയങ്ങളായിരിക്കും നിങ്ങളുടെ പ്രയാസം. ആ ആശയങ്ങളാണ് ഞാൻ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ വേർഡ്സും സ്വാഭാവികമായിട്ടൊരു സെന്റൻസ് ഉണ്ടാകുമ്പോൾ ആശയങ്ങൾ മാത്രം പോരാ, വേർഡ്സ് കൂടെ വേണം. വേർഡ്സ് വെച്ചിട്ട് തന്നെയാണ് ആശയങ്ങൾ വരുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു കോഴ്സ് ആണിത്. ഇനി കൂടുതൽ ഈ വിഷയത്തിൽ നമുക്കൊന്ന് നോക്കാം. ന്യൂറോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പ് പറഞ്ഞു തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ തോട്ട്സ്. പ്രോഗ്രാമിംഗ് അല്ലെ, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വേർഡ്സും പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറുമാണ്. ഇവിടെ കാണിച്ച പോലെ തന്നെ ഇത് മൂന്നുമായിട്ട് എന്തുണ്ട്? കണക്റ്റഡ് ആണ്. മൂന്നും തമ്മിൽ കണക്റ്റഡ് ആണ്. ന്യൂറോ അതേപോലെ ലിംഗ്വിസ്റ്റിക് തോട്ട്സും വേർഡ്സുമാണ് എന്തുണ്ടാക്കുന്നത്? കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നത്, ആശയങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ തോട്ട്സും ബിഹേവിയറുമാണ് ആക്ഷൻസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് എന്താ ആവശ്യമുണ്ട്? നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ കഴിവ് വേണം. അവിടെ എന്ത് വേണം? വേർഡ്സ് വേണം, കൺസെപ്റ്റ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐഡിയാസ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരമായിട്ട് ഉപയോഗിച്ച വേർഡ്സ് എന്നേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുക. സെന്ററിൽ കണ്ടില്ലേ നിങ്ങൾ ഹാബിറ്റ്. അപ്പൊ നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറണം. അപ്പൊ ഇത് മൂന്നും ഒരുപോലെ പ്രവർത്തിക്കുകയും വേണം. അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കോഴ്സിൽ ഉപയോഗിച്ച ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് NLP ടെക്നിക്കാണ്. അപ്പൊ ഇത് പുതിയൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് എന്ന് വിചാരിക്കേണ്ട. ഇത് പണ്ട് മുതലേ നമ്മുടെ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷെ ആരും ഇതിനെ ഒരു NLP ടെക്നിക്ക് എന്നൊന്നും പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. നമ്മുടെ ചെറിയ കുട്ടികൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രത്യേകം കണ്ടെത്തിയൊരു ടെക്നിക്കൊന്നുമല്ല, മറിച്ച് എന്താണ്, മനുഷ്യർ ഇങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഒരു ഭാഷ ഒബ്സർവേഷനിലൂടെ. ചെറിയ കുട്ടികളെ നമ്മൾ നോക്കിയാൽ മതി. ചെറിയ കുട്ടികൾ നമ്മളൊക്കെ സംസാരിക്കുന്നത് അവർ ഒബ്സർവ് ചെയ്യും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്ത് പറയും. ഇനിയിപ്പോൾ നമ്മൾ മുതിർന്ന ആളുകളായി, ഇനി നമുക്കിങ്ങനെ മറ്റുള്ളവർ പറയുന്ന അങ്ങനെ അനുകരിച്ച് കുട്ടികൾ അങ്ങനെയാ പഠിക്കല് എന്ന് പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എന്താ, നമുക്ക് ഒരുപാട് വേർഡ്സുകൾ അറിയാം അല്ലെ, ഒരുപാട് വേർഡ്സുകൾ നമുക്കറിയാം, കുറച്ചൊക്കെ ഇംഗ്ലീഷും അറിയാം. അപ്പോൾ നമുക്കിനി ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ ആശയങ്ങൾ ആണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ കുറച്ച് പ്രാക്ടീസും കൂടെ കിട്ടിയാൽ മതി. നിങ്ങൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഇനി ഞാൻ ഇവിടെ പറയുന്ന നോക്കി, ഒരുപാട് വേർഡ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. 15 വേർഡ്സുകൾ ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. പോവുക അല്ലെങ്കിൽ പോകാറുണ്ട്. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക അല്ലെങ്കിൽ കളിക്കാറുണ്ട്. സിംഗ് എന്ന് പറഞ്ഞാൽ പാടുക അല്ലെങ്കിൽ പാടാറുണ്ട്. ബൈ എന്ന് പറയുമ്പോൾ വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാറുണ്ട്. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക അല്ലെങ്കിൽ വിളിക്കാറുണ്ട്. കുക്ക് പാചകം ചെയ്യുക, പാചകം ചെയ്യാറുണ്ട്. ലേൺ പഠിക്കുക, പഠിക്കാറുണ്ട്. മീറ്റ് കണ്ടുമുട്ടുക, കണ്ടുമുട്ടാറുണ്ട്. അതുപോലെ തന്നെ റീഡ്, റൈറ്റ്, റൺ, സ്ലീപ്പ്, സ്പീക്ക്, സിറ്റ്, ഹെൽപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സുകളാണ്. പക്ഷെ ഇതേ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പോവുക എന്ന വേർഡ്സ് നമുക്കറിയാം, പക്ഷെ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? കളിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പാടേണ്ടതുണ്ടായിരുന്നു അല്ലെ, സിംഗ് എന്ന് പറയുമ്പോൾ പാടുക, പാടേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, വാങ്ങേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റണം നമുക്ക്. വേർഡ്സുകൾ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പോ നമുക്കറിയാം സ്ലീപ്പ്, ഉറങ്ങുക എന്ന വേർഡാണ്. സ്ലീപ്പ് എന്ന വാക്ക് ഉറങ്ങുക 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 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് എന്തൊക്കെ പറയേണ്ടി വരും?
ഉറങ്ങേണ്ടതുണ്ടായിരുന്നു, ഉറങ്ങാം, ഉറങ്ങേണ്ടതുണ്ടായിരിക്കും, ഉറങ്ങേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഉറങ്ങാൻ കഴിയും, ഉറങ്ങാൻ കഴിഞ്ഞു, ഉറങ്ങി, ഉറങ്ങാറുണ്ട്, ഉറങ്ങിക്കോട്ടെ, അല്ലേ? അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങുക, സ്ലീപ്പ് എന്നൊരൊറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിലെ ഒന്നാമത്തെ വാക്ക് നോക്കിയേ, ഗോ. ഗോ 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 എന്ന് പറഞ്ഞിരുന്നാൽ പോരല്ലോ, നമുക്ക് പോവുക എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ? അത് പോരാ. എന്തൊക്കെ പറയേണ്ടി വരും? പോകേണ്ടതുണ്ട്, പോകാം, പോകേണ്ടതുണ്ടായിരുന്നു, പോകാൻ കഴിയും, പോകാൻ കഴിഞ്ഞു, പോയി, പോകാറുണ്ട്, പോയിക്കോട്ടെ, പോയേക്കാം, പോകാറുണ്ടായിരുന്നു, പോകേണ്ടതുണ്ടായിരുന്നു. ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റണം. ഞാനിപ്പോ 10ൽ കൂടുതൽ പറഞ്ഞു. ഒന്ന് എണ്ണി നോക്കിയേ. ഒന്ന്, പോകേണ്ടതുണ്ട്, പോകാം, പോകേണ്ടതുണ്ടായിരുന്നു, പോകാൻ കഴിയും, പോകാൻ കഴിഞ്ഞു, പോയി, പോകാറുണ്ട്, പോയിക്കോട്ടെ, പോയേക്കാം, അല്ലെ, പോകേണ്ടതുണ്ടായിരുന്നു. ഈ രൂപത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇങ്ങനെയൊക്കെ ഒരൊറ്റ ഈ ഗോ എന്ന് പറയുന്ന വാക്ക് മാത്രം ഉപയോഗിച്ചാൽ ഇതൊക്കെ പറയുന്നത്. ആ ഒരു വാക്ക് മാത്രമല്ല, ആ ഒരു വാക്കും പിന്നെ കുറച്ച് ആശയങ്ങളും വേണം. അപ്പൊ ആശയങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേർഡ്സ് നമുക്കൊക്കെ അറിയാം, ആശയങ്ങൾ. ഇനി ഇതിലേക്ക് ഏതൊക്കെ ആശയങ്ങൾ കൂട്ടുമ്പോഴാണ് ഈ അർത്ഥങ്ങൾ കിട്ടുന്നത്? നമ്മൾ മലയാളത്തിൽ ഇതൊക്കെ പറയാറുണ്ടല്ലോ, പക്ഷെ ഇംഗ്ലീഷിലും പറയണ്ടേ ഇങ്ങനെ? മലയാളത്തിൽ മാത്രം പറഞ്ഞാൽ പോലെ, ഏത് ലാംഗ്വേജിലും ഇതേപോലെ പറയണം നമുക്ക്. അപ്പൊ ഇതിന് ഈ വേർഡ്സ് മാത്രം പോരാ, ഇതിനാണ് എന്ത് വേണ്ടത്? ഒരു കൂട്ടം ആശയങ്ങൾ ആവശ്യമാണ്. ആ ആശയങ്ങളാണ് ഞാൻ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുക. വേർഡ്സ് പഠിപ്പിക്കില്ല എന്നല്ല, വേർഡ്സും പഠിപ്പിക്കും, അതോടൊപ്പം തന്നെ ആശയങ്ങളും പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഈ രൂപത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക. ഒരു 40ൽ കൂടുതൽ ആശയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ 40ൽ കൂടുതൽ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേർഡ്സ് പറയാൻ പറ്റുമോ ആ വേർഡ്സും 40ഉം കൂട്ടിക്കോ. 40 ഇൻറ്റു അത്രയും സെന്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ 15 സെന്റൻസ് കണ്ടില്ലേ? അപ്പോൾ എത്ര? 15 വേർഡ്സ് കാണാം നമുക്ക്. അപ്പൊ 40 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഒരൊറ്റ വേർഡ് ഉപയോഗിച്ച് തന്നെ 40ഓളം അല്ലെങ്കിൽ 40ൽ കൂടുതൽ രൂപത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒരൊറ്റ വേർഡ് ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കാണിച്ചു തന്നു, ഗോ എന്നൊരൊറ്റ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് 10 രൂപത്തിൽ പറഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വേർഡ്സും ഉപയോഗിച്ചുകൊണ്ട് 40ഓ അതിൽ കൂടുതലോ രൂപത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. പോകേണ്ടതുണ്ടായിരുന്നു, പോകേണ്ടതുണ്ട്, പോകാം, അല്ലെ, ഞാൻ പോയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ. ഈ രൂപത്തിലൊക്കെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരു കാര്യം മാത്രം ചോദിച്ചിരുന്നാൽ പോരല്ലോ നമുക്ക്. ഇനി ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഹാഡ് ടു ഡു, ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ആശയമാണ്. ഹാഡ് ടു ഡു എന്ന് പറയുന്നത് ഒരാശയമാണ്. ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് ആശയം. നോക്കിയോ, അതേപോലെ തന്നെ മേ ഐ ഡു അല്ലെങ്കിൽ മേ വി ഡു, ചെയ്തോട്ടെ എന്ന ഒരാശയം. അതേപോലെ തന്നെ കുഡ് ഡു, ചെയ്യുവാൻ കഴിഞ്ഞു എന്ന മറ്റൊരാശയം. ഈ 3 ആശയമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ഡെമോ വീഡിയോ എന്ന രൂപത്തിൽ കാണിക്കുന്നത്. ഇതൊരു നമ്മുടെ കോഴ്സിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ നമ്മുടെ കോഴ്സിന്റെ ഒരു ഡെമോ കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 3 ആശയങ്ങൾ കാണിച്ചത്. ഒന്ന് എന്താണ്? ഹാഡ് ടു ഡു, ചെയ്യേണ്ടതുണ്ടായിരുന്നു. രണ്ടാമത്തത് മേ ഐ ഡു അല്ലെങ്കിൽ മേ വി ഡു, ചെയ്തോട്ടെ. മൂന്നാമത്തെ കുഡ് ഡു, ചെയ്യുവാൻ കഴിയും, അല്ലെ, ചെയ്യുവാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 15 സെന്റൻസ് ഉണ്ട് ഇവിടെ. 15 വേർഡ്സ് ഉണ്ട് ഇവിടെ. 15 വേർഡ്സും 3 ആശയങ്ങളും ഉണ്ട്. ഈ 15 വേർഡ്സും 3 ആശയങ്ങളും ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 15 × 3 45 സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കോ. ഒന്നാമത്തേത് ഹാഡ് ടു ഡു, ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ്. ഇനി ആ ഡു എന്നതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഹാഡ് ടു ഗോ എന്ന് കൊടുക്കുക. ഡു എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുക എന്നാണല്ലോ. ആ ഡു എന്നതിനെ മാറ്റി വെച്ചിട്ട് ഗോ എന്ന് പറഞ്ഞു നോക്കി. ഹാഡ് ടു ഗോ, പോകേണ്ടതുണ്ടായിരുന്നു. ഹാഡ് ടു പ്ലേ, കളിക്കേണ്ടതുണ്ടായിരുന്നു. ഹാഡ് ടു സിംഗ്, പാടേണ്ടതുണ്ടായിരുന്നു. ഹാഡ് ടു ബൈ, വാങ്ങേണ്ടതുണ്ടായിരുന്നു.
ഹാഡ് ടു കോൾ വിളിക്കേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു കുക്ക് പാചകം ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു ലേൺ പഠിക്കേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു മീറ്റ് കണ്ടുമുട്ടേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു റീഡ് വായിക്കേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു റൈറ്റ് എഴുതേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു റൺ ഓടേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു സ്ലീപ്പ് ഉറങ്ങേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു സ്പീക്ക് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു സിറ്റ് ഇരിക്കേണ്ടതുണ്ടായിരുന്നു, ഹാഡ് ടു ഹെൽപ്പ് സഹായിക്കേണ്ടതുണ്ടായിരുന്നു. 15 സെന്റൻസ് ആണ് ഇപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു, എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? അപ്പോ ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റ് എന്നുള്ള നിങ്ങൾക്ക് കിട്ടും, വിത്ത് മൈ ഫ്രണ്ട് എന്നുള്ള ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഹാഡ് ടു ഡു എന്ന് പറയുന്ന ആ ഒരു ആശയം അതിനെ നമ്മൾ എന്താക്കി മാറ്റി? ആ ഡു അവിടെ നിന്ന് എടുത്തു മാറ്റി ഗോ വെച്ചപ്പോൾ ഹാഡ് ടു ഗോ പോകേണ്ടതുണ്ടായിരുന്നു. ഇനി ഇതേ സെന്റൻസിനെ വീണ്ടും നമുക്ക് വലുതാക്കി കൊണ്ടുവരാം. ഏതുപോലെ? ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ ഇന്നലെ എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഈ സെന്റൻസ് നോക്കി, ഹാഡ് ടു ഗോ പോകേണ്ടതുണ്ടായിരുന്നു എന്നത് ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്നാക്കി. പിന്നെ ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്നായി. പിന്നീട് ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്നായി. പിന്നീട് എന്താക്കി മാറ്റി? ഐ ഹാഡ് ടു ഗോ ടു മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ ഇന്നലെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ടായിരുന്നു എന്നായി. ഇതുപോലെ നിങ്ങൾക്കും പറയാൻ പറ്റും. ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പഠിച്ചെടുത്താൽ മാത്രം മതി. ഒരു ആശയം തന്നെ പഠിപ്പിക്കുമ്പോൾ ഒരു 15-ൽ കൂടുതൽ, ഒരു 20-ൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സാമ്പിള് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇനി ഇവിടെ നോക്കിയേ, മേ ഐ ഡു ഞാൻ ചെയ്തോട്ടെ, മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ, മേ ഐ പ്ലേ ഞാൻ കളിച്ചോട്ടെ, മേ ഐ സിംഗ് ഞാൻ പാടിക്കോട്ടെ, മേ ഐ ബൈ ഞാൻ വാങ്ങിക്കോട്ടെ, മേ ഐ കുക്ക് ഞാൻ പാചകം ചെയ്തോട്ടെ. എന്ത് കാര്യവും നമ്മൾ മേ ഐ വെച്ചിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം, ആ കാര്യം ചെയ്തോട്ടെ എന്ന്. പല ആളുകളും മേ ഐ കമിൻ അതിന് ചോദിക്കാറുണ്ട്, മേ വെച്ചിട്ട്. മേ ഐ കമിൻ സർ എന്നൊക്കെ ചോദിക്കും, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. അതേപോലെ മേ ഐ ഗോ ടു ടോയ്ലറ്റ് അങ്ങനെയാ ഉപയോഗിക്കുക പല ആൾക്കാരും. മേ ഐ ഗോ ടു ടോയ്ലറ്റ് ടോയ്ലറ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. അതിന് പകരം എന്താ ഉപയോഗിക്കുക? വാഷ്റൂം എന്നാണ് ഉപയോഗിക്കാറുള്ളത്. മേ ഐ ഗോ ടു ടോയ്ലറ്റിന് പകരം എന്ത് പറയും? മേ ഐ ഗോ ടു വാഷ്റൂം എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ ഈ രണ്ടെണ്ണത്തിന് മാത്രം അധികം ഈ മേ ഉപയോഗിക്കുക. പക്ഷെ മേ അത് മാത്രമല്ല, മേ ഐ ഗോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേ ഐ ഗോ ടു എന്ന് പറഞ്ഞിട്ട് എന്തും നമുക്ക് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞ് കാണിച്ചു തരാം. മേ ഐ ഗോ ഹോം മേ ഐ ഗോ ഹോം ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. മേ ഐ ഗോ ഹോം 10 minutes early today ഞാൻ ഇന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ. ഒരാളോട് എന്ത് പെർമിഷൻ ചോദിക്കാൻ, അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ താഴ്മയോട് കൂടെ ഒരു കാര്യം പറയാനാണ് എന്തുപയോഗിക്കുക? മേ ഐ ഗോ എന്ന രൂപത്തിലുള്ള ആ ഒരു ആശയം ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ നോക്കിയേ, കുഡ് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുവാൻ കഴിഞ്ഞു എന്നാണ്. ഐ കുഡ് ഗോ ദർ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു. ഐ കുഡ് കുക്ക് ബിരിയാണി എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഐ കുഡ് റൺ ഫാസ്റ്റ് എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞു. ഐ കുഡ് സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് തരുന്നത് എല്ലാം ആശയങ്ങളാണ്. ആശയങ്ങളും ഇതുപോലുള്ള വേർഡ്സുകളും വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് മൂന്നും വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിട്ടോ, ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ. ഐ കുഡ് ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞു. ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ. ഐ കുഡ് ഗോ എനിക്ക് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ നോക്കിയേ, 3 സാഹചര്യത്തിലുള്ള 3 സെന്റൻസുകളായി. അല്ലേ? എങ്ങനെയൊക്കെയാണ് ഒന്നുകൂടെ നോക്കിക്കേ. ഐ ഹാഡ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ. ഐ കുഡ് ഗോ ഞാൻ എനിക്ക് പോകാൻ കഴിഞ്ഞു. ഈ രൂപത്തിലായുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലുള്ള ഒരു വെറും 3 ആശയം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് 40-ൽ കൂടുതൽ ആശയങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്ത് ഒരു 3 ചാപ്റ്റർ 3
വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു റിവിഷൻ എന്ന രൂപത്തിൽ 3 വെച്ചിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോസുകളെ ഉൾപ്പെടുത്തി സൈക്കോളജിക്കലായിട്ട്, വളരെ സൈക്കോളജിക്കലായിട്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന് നിങ്ങളോടൊക്കെ പറയുകയാണ്. കാരണം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കോഴ്സ് മറ്റെവിടെയും കിട്ടില്ല, അതും പ്രത്യേകിച്ച് ഇത്രയും ചെറിയ ഒരു റേറ്റിന്. ഇനി നിങ്ങളുടെ ഒരു മൈൻഡ്, അതാണ് ഇവിടെ കാണിച്ചത്. അൺലോക്ക് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രെയിനിങ് രീതി അങ്ങനെയാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതൊന്ന് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ട്രെയിനിങ്. അൺലോക്ക് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പവർ അൺലോക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾ അത് ഉപയോഗിക്കാതെ അതൊന്ന് ഉപയോഗിക്കൂ എന്ന രൂപത്തിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ട്രെയിനിങ് രീതി ഉണ്ടല്ലോ, ഓരോ ആശയങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, അത് വെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന്റെ പവർ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ആശയങ്ങളെ ക്രമീകരിച്ച് അതിൻ്റെ ഒരു റിവിഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ അത് അവിടെ ഉറച്ചു നിൽക്കും. ആ രൂപത്തിലാണ് ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടന്റിലേക്ക് വരാം. കണ്ടന്റ് എന്ന് പറയുമ്പോൾ 6 മൊഡ്യൂളുകളുണ്ട്. അതിലെ മൊഡ്യൂൾ 1 പറയുന്നത് 40 സ്പോക്കൺ ഐഡിയാസ് ആണ്. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് ഓഫ് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1ന്റെ കംപ്ലീറ്റ് നെഗറ്റീവ്സും മൊഡ്യൂൾ 2 വരുന്നുണ്ട്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ പല രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, WH ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ അഡീഷണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. അതിൽ എന്താ പറയാ, പ്രത്യേകിച്ച് സ്പോക്കൺ ഫോംസ്, അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഓപ്പണിംഗ് അഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഒരു പൊതുവേദിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഓപ്പണിംഗ് അഡ്രസ് ആൻഡ് ക്ലോസിംഗ് അഡ്രസ്, ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ആ വിഷയം എൻഡ് ചെയ്യുന്നതൊക്കെ എങ്ങനെ എന്നത് പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അഡീഷണൽസിൽ വരുന്നത്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റു സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ, ടിപ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്കുള്ള നോട്ട്സ് ആയിരിക്കും. അതിൽ ഈ പറഞ്ഞ 300 വേർഡ്സുകൾ തരും, അതുപോലെ തന്നെ അതിന്റെ മീനിങ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ടങ് ട്വിസ്റ്റേഴ്സ്, ടങ് ട്വിസ്റ്റേഴ്സ് ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ടങ് ട്വിസ്റ്റേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂൾ 5 നോട്ട്സ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 6 എന്ന് പറയുമ്പോൾ ലിസ്ണിംഗ് ആണ്. ലിസ്ണിംഗ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് ശരിയായ രൂപത്തിൽ പഠിച്ചെടുത്തതിന് ശേഷം ലിസൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺവെർസേഷൻസ് ഉണ്ട്, ടോക്സ് ഉണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇനി ഈ കോഴ്സിന്റെ മറ്റു ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40+ സ്പോക്കൺ ഐഡിയാസ്, 40ൽ കൂടുതൽ സ്പോക്കൺ ഐഡിയാസ് കിട്ടും. 300 വേർഡ്സ് ആൻഡ് മീനിങ്സ്, 300 വേർഡ്സും അതിന്റെ മീനിങ്സും നമ്മൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ലേണിംഗ് മെത്തേഡ് ആണ്. ഇതിന്റെ ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡ് ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് എടുത്താൽ 2 years വാലിഡിറ്റി ആണ്. 2 years വാലിഡിറ്റി. ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ഒരു കോഴ്സ് ഏത് പ്രധാനപ്പെട്ട എത്ര വലിയ സ്ഥാപനത്തിൽ പോയാലും അവർ പറയും 3 മാസത്തെ കോഴ്സാണ്, 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും അഡ്വാൻസ് കോഴ്സാണ്, ഇത് 4 മാസത്തെ കോഴ്സാണ്, നിങ്ങൾക്ക് 8 മാസത്തെ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയും. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഒരാളും നിങ്ങളെ എന്ത് സമ്മതിക്കില്ല, അവരുടെ കോഴ്സ് പഠിക്കാൻ സമ്മതിക്കില്ല, അവരുടെ കോഴ്സ് നിങ്ങൾക്ക് തരില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 2 years വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 2 വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 വർഷം തികച്ചും കിട്ടും. 2 വർഷവും 20 ദിവസവും ഉണ്ടാവും. 2 വർഷത്തിൽ കൂടുതൽ അല്ലാതെ ഒരിക്കലും കുറയില്ല. അപ്പോൾ 2 വർഷം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഇപ്പോൾ പെട്ടെന്ന് വാങ്ങുക, കോഴ്സ് പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് താല്പര്യം ഉണ്ട് എങ്കിൽ പർച്ചേസ് ചെയ്യുക.
പിന്നീട് നിങ്ങൾക്ക് 2 വർഷത്തിനുള്ളിൽ സാവകാശം പഠിച്ചെടുത്താൽ മതി. ഇപ്പോൾ പഠിക്കാൻ സമയമില്ലെങ്കിൽ പിന്നീട് പഠിക്കാം. ധൃതി പിടിച്ച് പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ഓരോ ദിവസം ഓരോ വീഡിയോസ് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു വീഡിയോ, ഒരാശയം. ഒരു വീഡിയോയിൽ ഒരാശയമാണ് പറയുന്നത്, അധിക വീഡിയോയിലും അങ്ങനെയാണ്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ആശയം പഠിക്കാം. ഇനി അതല്ല, ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കണം എന്ന് വിചാരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ ആളുകൾക്കും വേണമെങ്കിൽ പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു ദിവസം ഒരു 3 ആശയം വെച്ചിട്ട് പഠിച്ചാൽ മതി. അതിൻ്റെ റിവിഷനും കൂടെ കണ്ടാൽ ഓക്കെയാണ്. റിവിഷൻ എന്ന് പറയുന്ന അതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ ദിവസം വെച്ചിട്ട് പഠിച്ചാലും മതി, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഏതാണെങ്കിലും 2 വർഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമാവും. അതിൻ്റെയും പുറമെ 100% വാട്സപ്പ് സപ്പോർട്ടാണ്. 100% വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പഠിക്കുന്ന ആ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ തന്നെ ഹോം പേജ്, ഫസ്റ്റ് പേജിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? അവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു എംബ്ലം അതിന്റെ കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും, ഫേസ്ബുക്കിന്റെ ആ ഐക്കൺ കാണാൻ പറ്റും, വാട്സപ്പിന്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അവിടെ ആ വാട്സപ്പിന്റെ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നേരെ എന്ത് കിട്ടും? നേരെ നമ്മുടെ വാട്സപ്പിലേക്കാണ് കയറുന്നത്. നിങ്ങൾ അവിടെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ 2 വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാനുള്ള വാലിഡിറ്റി ഉണ്ട്. ആ 2 വർഷം നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് വഴി നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ. ഇത് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എവിടെ എത്തും എന്നതാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ എവിടേക്കാണ് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ കാണിച്ചത്. പൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ലോ ലെവൽ എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലോ ലെവൽ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു ആവറേജ് ആയിരിക്കാം, ചിലപ്പോൾ ഗുഡ് ആയിരിക്കാം, ചിലപ്പോൾ വെരി ഗുഡ് ആയിരിക്കാം. ഏതാണെങ്കിലും നിങ്ങളെ എവിടേക്ക് എത്തും? ഇവിടെ പച്ച ആ ഒരു കളറിൽ കൊടുത്ത എക്സലന്റ്, ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തിരിച്ചു പോരാൻ ഇംഗ്ലീഷ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോരാനുള്ള ഒരു കഴിവ്. ഇനി ഒരു സ്കൂളിലാണെങ്കിൽ, ഒരു ഇന്റർവ്യൂവിലാണെങ്കിൽ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ചിലപ്പോൾ നമ്മൾ എന്ത് വിളിക്കും, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവരോട് പറയും, വെൽക്കം സ്പീച്ച് നടത്താൻ പറയും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും അനൗൺസ്മെന്റിന് ഏൽപ്പിക്കും. അതുമല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ പറയും. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ പിന്നിലേക്ക് നിൽക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. എവിടെ പോയാലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ വേർഡ്സ് അല്ല പഠിപ്പിക്കുന്നത്. വേർഡ്സ് തരുന്നുണ്ട്, നിങ്ങൾക്ക് വേർഡ്സ് ഒരുപാട് അറിയും ചെയ്യും. പക്ഷെ അതിലപ്പുറം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? ആശയങ്ങളാണ്, ഐഡിയാസ് ആണ്. ഈ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേർഡ്സ് അറിയോ അത്രയും സെന്റൻസുകൾ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ 3 ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 45 സെന്റൻസ്, 15 വേർഡ്സും ഞാൻ നേരത്തെ കാണിച്ചു. അപ്പൊ 45 സെന്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഭാഗം വെച്ച് കൊണ്ട് തന്നെ. അങ്ങനെയുള്ള 40ൽ കൂടുതൽ ആശയങ്ങൾ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള ആശയങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ കോഴ്സ് ഇത്രയും ചെറിയ റേറ്റിൽ എവിടെ നിന്നും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് അത് നഷ്ടമായി എന്നൊരു കാരണവശാൽ നിങ്ങൾക്ക് തോന്നില്ല. ഒരു കാരണവശാൽ നിങ്ങൾക്ക് ക്യാഷ് പോയല്ലോ എന്ന് തോന്നില്ല. ആ രൂപത്തിലുള്ള അത്രയും നല്ലൊരു കോഴ്സാണ്. വളരെ ചെറിയൊരു റേറ്റുമാണ്, വളരെ ചെറിയ റേറ്റ് ആണ്. അതുപോലെ തന്നെ വളരെ നല്ല, വളരെ എക്സലന്റ് ആയിട്ടുള്ള കോഴ്സാണ്. ജോയിൻ ചെയ്യാം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാവർക്കും സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു.
Thank you everyone for watching this video.